الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال كم لبثتم في الأرض عدد سنين قالوا لبثنا يوما أو بعض يوم فاسأل العادين قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടും സൂക്ഷിക്കേണ്ട വണ്ണം സൂക്ഷിച്ചും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ അവസാന ശ്വാസം വരെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരിൽ ഉൾപ്പെടാൻ, അതുവഴി പടച്ചവൻ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ഈ ലോകത്ത് വിട പറയാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അവസാനം അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെന്ന നിലക്ക് നമുക്ക് പ്രവർത്തിക്കാനും പ്രതീക്ഷ പുലർത്താനും ഒരു ലക്ഷ്യം നിർണയിക്കപ്പെട്ട ദീനിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്നും ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ, നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നെയാണെന്നും കഴിഞ്ഞ കുത്തുബകളിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ബുദ്ധി ഉദിച്ച നേരം മുതൽ റൂഹ് പിരിയുന്ന നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രഥമ പരിഗണന നൽകേണ്ടത്?
എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പ്രവാചകന്മാരാലും വേദഗ്രന്ഥങ്ങളാലും പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ആയുസ്സിന്റെ അമൂല്യത മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സമയബോധം നഷ്ടപ്പെട്ട ഒരു സമുദായമായി ഉമ്മത്ത് മുസ്ലിമ മാറാൻ പാടില്ല എന്നും സൂചിപ്പിക്കുകയുണ്ടായി. ദീനുൽ ഇസ്ലാമിലെ ആരാധനകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ആരാധനകളൊക്കെയും ഈ സമയബന്ധിതമായി നമ്മെ സമയബോധം ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നും കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരു വിശ്വാസിയുടെ ജീവിതം ആരംഭിക്കുന്നത് പടച്ചവനെ ഓർത്തുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടായിരിക്കണം. ജീവിതായോധന വേളയിൽ ഇടവിട്ട ഇടവേളകളിലൊക്കെയും ആ റബ്ബിനോടുള്ള ഉത്തരം ബോധിപ്പിക്കലിൽ ജാഗ്രത പാലിക്കണം. നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതും പടച്ചവനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കണം. അഥവാ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ് നമസ്കാരം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജുമുഅ നമസ്കാരം, ആഴ്ചയിൽ ഒരു ദിവസത്തെ ജുമുഅ നമസ്കാരം, അതുപോലെ തന്നെ രാത്രിയിലെ പ്രത്യേകമായ തഹജ്ജുദ് നമസ്കാരം, പകൽ ആരംഭിക്കുന്ന സന്ദർഭത്തിലെ ദുഹാ നമസ്കാരം, ഇങ്ങനെ വ്യത്യസ്ത സമയക്രമത്തിലാണ് ദീനുൽ ഇസ്ലാം അതിന്റെ ആരാധനകളിലെ അടിസ്ഥാന സ്തംഭമായ പ്രഥമ സ്ഥാനത്ത് നിശ്ചയിക്കപ്പെട്ട നമസ്കാരത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസിയിൽ ഈ സമയവും കാലത്തിന്റെ കറക്കവും ഗോളങ്ങളുടെ ചലനവും ഒക്കെ വിശ്വാസിയിൽ സമയബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുകൂടി സഹായകമാകണം. വർഷത്തിൽ കടന്നു വരുന്ന റമദാൻ നമുക്കറിയാം, ആത്മവിശുദ്ധിയുടെ മനസ്സംസ്കരണത്തിന്റെ ആ പവിത്ര മാസം. റമദാനിന്റെ അനുകൂലമായ അന്തരീക്ഷത്തിൽ അള്ളാഹുമായി ആത്മബന്ധം ദൃഢമാക്കാൻ വിശ്വാസിക്ക് പ്രത്യേകമായ ഓഫറുകൾ നൽകപ്പെട്ട മാസമാണ്. ഇനി ആ റമദാനിലെ തീർത്ഥയാത്രയ്ക്ക് ശേഷം ഇപ്പോ വിശ്വാസി സമൂഹം ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇതിനകം പലരും എത്തിച്ചേർന്നു കഴിഞ്ഞ പരിശുദ്ധ ഹജ്ജ്, അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത്, അത് മറ്റൊരു വിശ്വാസിയുടെ പടച്ചവനിലേക്കുള്ള മറ്റൊരു തീർത്ഥയാത്രയാണ്. അത് ആയുസ്സിൽ ഒരിക്കൽ മതി എന്നാണ് റബ്ബ് നിശ്ചയിച്ചത്. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈ സമയവും കാലവും ഒക്കെ ആരാധനകൾക്ക് കൂടി അതിന്റെ കൂടി ക്രമം നിശ്ചയിക്കാൻ അള്ളാഹു സ്വീകരിച്ചതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ആരാധനകളൊക്കെ നമ്മൾ പരിശോധിച്ചാലും ഇതൊക്കെയും സമയബന്ധിതമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസിയിൽ സമയബോധവും കാലചക്രത്തിന്റെ കറക്കത്തെക്കുറിച്ച ബോധവും അതിനേക്കാൾ ഉപരിയായി അനുവദിക്കപ്പെട്ട ആയുസ്സിന്റെ അമൂല്യതയെക്കുറിച്ചുള്ള വിചാരം, അനുവദിക്കപ്പെട്ട ആയുസ്സിനെ കുറിച്ചുള്ള അമൂല്യതയെക്കുറിച്ചുള്ള വിചാരവും സത്യവിശ്വാസികളിൽ രൂഢമൂലമാക്കാൻ, സജീവമാക്കി നിർത്താൻ സഹായകമാണ് ആരാധനാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ആരാധനകൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഈ കാലഗണനകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ സലഫുകൾ മനുഷ്യന്റെ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ വർഷവും എന്നല്ല ആയുഷ്കാലം മുഴുവനും ഒരു സത്യവിശ്വാസി പാപമുക്തമാകണമെന്ന താല്പര്യം കൊണ്ട് 5 നേരത്തെ നമസ്കാരത്തെ, 5 നേരത്തെ ഒരു മുസ്ലിമിന്റെ ദിവസത്തെ കണക്കാക്കുന്ന 5 നേരത്തെ നമസ്കാരത്തെ സംബന്ധിച്ച് അത് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ കണക്കാക്കുന്ന തുലാസായി നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കാരത്തെ ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ കണക്കാക്കുന്ന തുലാസ്, മീസാനുൽ യൗം, നമസ്കാരത്തെ സംബന്ധിച്ച് മഹാന്മാരായ സലഫുകൾ സൂചിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം, അത് മീസാനു സുബൂഹാണ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ഒരു വിശ്വാസിയുടെ തുലാസായി അവർ വിശേഷിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിനെ മീസാനുൽ ആമായി അഥവാ ഒരു വർഷത്തെ വിശ്വാസിയുടെ തുലാസായി അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഹജ്ജ് കർമ്മത്തെ വിശ്വാസിയുടെ ഹജ്ജിനെ വിശ്വാസിയുടെ ആയുസിന്റെ തുലാസ്, മീസാനുൽ ഉംർ, ഒരു വിശ്വാസിയുടെ ആയുസിന്റെ തുലാസായും
സലഫുകൾ നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ തുലാസുകളൊക്കെ, ഈ നിശ്ചയിക്കപ്പെട്ട ആരാധനകളാകുന്ന ഓരോ തുലാസുകളും എന്റെയും നിങ്ങളുടെയും ഒക്കെ വിധി നിർണയിക്കുന്നിടത്ത് നമുക്ക് പ്രയോജനപ്പെടണമെന്ന മനസ്സോടുകൂടി അവയൊക്കെ അതിൻ്റെതായ ജാഗ്രതയിലും അവക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ള പ്രാധാന്യക്രമത്തോടും കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഈ സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട ഓരോ ആരാധനകളെയും നമ്മുടെ മീസാനുൽ ഹസനാത്തിന്റെ അഥവാ നന്മയുടെ തുലാസിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നിടത്ത് എത്ര കണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. എന്ന് മാത്രമല്ല, ഈ ആരാധനകളിലൂടെയൊക്കെ അള്ളാഹുവുമായി ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. ആ ആത്മബന്ധത്തിൽ നിന്ന്, അള്ളാഹുമായി നമ്മൾ ആർജിക്കുന്ന ആ ആത്മബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീയമായ ഊർജമുണ്ട് വിശ്വാസിക്ക്. പടച്ചവനുമായി നമ്മൾ നടത്തുന്ന ഈ ആരാധനകളിലൂടെ, നിർവഹിക്കുന്ന ആരാധനകളിലൂടെ അള്ളാഹുമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മബന്ധത്തിലൂടെ വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായ ഊർജമുണ്ട്. ആ ആത്മീയമായ ഊർജം നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ആ ആത്മീയമായ ഊർജം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ സമയവും ഒക്കെ അർത്ഥവത്തായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആരാധനകൾക്ക് വേണ്ടി നിശ്ചയിച്ചതല്ല ദീനുൽ ഇസ്ലാമിൽ. ആരാധനകൾ എന്ന് പറയുന്നത് സ്വയം ലക്ഷ്യവുമല്ല ദീനുൽ ഇസ്ലാമിൽ. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് വിശ്വാസിയെ പര്യാപ്തമാകണം നമ്മുടെ ആരാധനകൾ എന്ന് പറയുന്നത്. അള്ളാഹുമായി നമ്മൾ ഉണ്ടാക്കുന്ന ആത്മബന്ധവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ ഊർജവും ഒക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഹ്ലായിനു വേണ്ടി, അവന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവന്റെ ദീനിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനും പണിയെടുക്കാനും പരിശ്രമിക്കുവാൻ സത്യവിശ്വാസികളെ പ്രാപ്തമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുവഴി നമ്മുടെ മീസാനുൽ ഹസനാത്ത് ഭാരം വർദ്ധിപ്പിക്കുന്നതാകണം. ആ മീസാൻ കനം തൂകുന്നിടത്താണ്, ആ ഹസനാത്തിന്റെ മീസാൻ ഭാരം വർദ്ധിക്കുന്നിടത്താണ് നാളെ സ്വർഗീയ സന്തുഷ്ട ജീവിതം നമുക്ക് സാധ്യമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര കാലം ഈ ദുനിയാവിൽ ജീവിച്ചു എന്നതല്ല പ്രസക്തമാകുന്നത്. പടച്ചവൻ നമ്മെ സംബന്ധിച്ച് പരിഗണിക്കുന്നത് നമ്മൾ എത്ര കാലം ഈ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചു എന്നത് മാത്രമല്ല, നമ്മൾ എന്തിനു വേണ്ടി ജീവിച്ചു എന്നതുകൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, റസൂലെ ആരാണ് ഖൈറുന്നാസ്? ആരാണ് ഖൈറുന്നാസ്? റസൂലെ, മനുഷ്യരുടെ കൂട്ടത്തിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ആരാണ് എന്ന ചോദ്യത്തിന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി മൻ താല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് അധികരിക്കുകയും അമലുകളാൽ അത് സമ്പന്നമാക്കുകയും ചെയ്യുന്നവൻ, നന്മനിരതമായ ജീവിതം നയിച്ചുകൊണ്ട് തന്റെ ആയുസ്സിനെ സമ്പന്നമാക്കാൻ സാധിക്കുന്നവനാണ്. ദീർഘമായ ആയുസ് ലഭിക്കുകയും അത് നന്മനിരതമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് ഖൈറുന്നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ, അതിൽ നമുക്ക് ലഭിച്ച സമയം എന്ന് പറയുന്നത് ക്ഷണികമായ ആയുസ്സാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിചാരണ നടത്തി സ്വർഗവാസികളെ സ്വർഗത്തിലേക്കും നരകവാസികളെ നരകത്തിലേക്കും കൊണ്ടുപോയി ആ നരകയാതനയിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന നരകവാസികളുമായി നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ ശകലങ്ങൾ സൂറത്തുൽ മുഅ്മിനൂന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹ് ചോദിക്കും അവരോട്, ഖാലകം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, നിങ്ങൾ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചു? എത്ര കാലമാണ് നിങ്ങൾ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയത്? അവര് പറയും പോലും ഖാലു ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ച് സമയം, അത്രേ അവർക്ക് അനുഭവിക്കുള്ളൂ. ഇനി കണക്ക് കൂട്ടാൻ ഫസ്അലിൽ ആദീൻ, ഇനി കണക്കിൽ വിദഗ്ധരായവരോട് വേണമെങ്കിൽ അത് അന്വേഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാൻ അവർ പറയും. ഇത് കേൾക്കുമ്പോ പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി കുറച്ചു കാലം കിട്ടിയിട്ടുള്ളൂ അല്ലേ, പക്ഷെ ആ കിട്ടിയ കാലമെങ്കിലും, ആ കുറഞ്ഞ കാലമെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്കറിയില്ലായിരുന്നോ? നിങ്ങൾ വളരെ കുറച്ച് ആ കാലം നിങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരൻ വന്നെത്തിയില്ലേ? ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംഭവിച്ച വമ്പിച്ച അബദ്ധത്തിന്റെ ഫലമായിട്ടാണല്ലോ ഈ ഗതികേട് നിങ്ങൾക്ക് വന്നു ഭവിച്ചത്.
എന്നിട്ട് അല്ലാഹു ചോദിക്കും, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വെറുതെ പടച്ചുവിട്ടതാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചുവോ? നമ്മിലേക്ക് ഇങ്ങനെ ഒരു മടക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. അപ്പൊ ദുനിയാവിൽ ജീവിച്ച കാലം വളരെ കുറഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ചു മാത്രമായി അനുഭവപ്പെടുമെന്നാണ്. നമുക്കറിയാം, മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കാരണവർ അല്ലെ, പ്രവാചകന്മാരുടെ കാരണവർ എന്നറിയപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷക്കാലം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവിട്ടുവെന്നാണ്. അൽഫസനത്തിനില്ല ഹംസീന ആമ എന്നാണ് ഖുർആന്റെ പ്രയോഗം. 1000 വർഷത്തിൽ 50 കുറവ്. അപ്പൊ 950 വർഷം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. പ്രളയത്തിന് മുമ്പും ശേഷവുമായി 1000-ലധികം വർഷം ജീവിച്ചു എന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ആയുർ ദൈർഘ്യത്തിന്റെ കൂടെ പ്രത്യേകതയായിരിക്കാം. അങ്ങനെ നബിമാരിൽ ഏറ്റവും കൂടുതൽ ജീവിച്ച ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് മലക്കുകൾ ചോദിക്കുമ്പോഴും, താങ്കളാണല്ലോ നബിമാരുടെ കൂട്ടത്തിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ അവസരം കിട്ടിയവർ, താങ്കൾക്ക് ദുനിയാവിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി 2 വാതിലുകളുടെ ഒരു വീട് പോലെയാണ്. ഒരു വാതിലിലൂടെ അകത്തേക്ക് വന്ന് മറ്റേ വാതിലിലൂടെ പുറത്തേക്ക് കടക്കുന്നത് പോലെയെന്ന്. അത്രയും നിസ്സാരമായിരുന്നു, അത്രയും കുറഞ്ഞ കാലയളവിലായിരുന്നു ദുനിയാവിൽ ലഭിച്ചത് എന്ന് മഹാന്മാരായ പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാം മറുപടി പറയുന്നതായിട്ട് ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, പൂർവികരായ മഹാന്മാരൊക്കെ ആഖിറത്തിലേക്കുള്ള കരുതിവെപ്പുകൾ വർദ്ധിപ്പിക്കാൻ അത്യധ്വാനം ചെയ്തവരായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഓരോ ദിവസത്തെ സംബന്ധിച്ച്, മഹാന്മാരായ സലഫുകളെ സംബന്ധിച്ച് അവർ ഓരോ ദിവസത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഹാദാ യൗമുൽ ലദീ അമൂതു ബിഹി, ഇന്നത്തെ ദിവസം, ഇന്നത്തോടുകൂടി എന്റെ ആയുസ് അല്ലെങ്കിൽ എനിക്ക് അനുവദിച്ച അവധി അവസാനിക്കുകയാണ്. അതല്ലെങ്കിൽ വഹാദിഹി ലൈലത്തിലെത്തി അമൂതു ബിഹ, ഇന്നത്തെ രാത്രി, ഈ രാത്രിയോടുകൂടി ദുനിയാവുമായി ഞാൻ വിട പറയാൻ പോവുകയാണ്. ഇങ്ങനെ ആയുസ്സിനെ പ്രയോജനപ്പെടുത്തുവാൻ, തനിക്ക് ലഭ്യമായ ആയുസ്സിന്റെ അവസാന ദിവസമാണ് ഇന്ന്, തനിക്ക് ലഭിച്ച അവസാന രാവാണ് ഇന്ന് എന്ന രീതിയിൽ മരണമാകുന്ന ഒരു ദീർഘയാത്രക്കൊരുങ്ങുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഒരു മുപ്പിൻ നടത്തേണ്ടതുണ്ടോ ആ രീതിയിൽ ദിവസങ്ങളെയും ആയുസ്സിനെയും ഒക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. ഏതാനും നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു യാത്രക്ക് വേണ്ടി മനുഷ്യൻ നടത്തുന്ന മുന്നൊരുക്കങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോ നമ്മുടെ കൂട്ടത്തിലൊക്കെ പലരും ഹജ്ജിന് പോയിട്ടുണ്ട്. ആ ഹജ്ജ് യാത്ര തീരുമാനിച്ചത് മുതൽ അവരൊക്കെ അതിനുവേണ്ടി നടത്തിയിരുന്ന തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ ഒരുപാട് ദിവസങ്ങളുടെ ഒരുക്കങ്ങളാണ് അല്ലെ. ഏതാനും നാളുകൾ നാട്ടിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കേണ്ടി വരുമ്പോ, എന്നാൽ ദുനിയാവ് തന്നെ ഉപേക്ഷിച്ചു പോകുന്ന, ഇനി ഒരു തിരിച്ചുവരവിന് ഒരിക്കലും സാധ്യതയില്ല എന്ന് ഉറപ്പുള്ള ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ചു പോകേണ്ട ഒരു വിശ്വാസി എന്ന നിലക്ക് എത്രമാത്രം മുന്നൊരുക്കങ്ങൾ ഞാനും നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ അർത്ഥത്തിലുള്ള മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെയാണോ നമ്മുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. നാളത്തേക്കുള്ള കരുതിവെപ്പുകൾ, എന്താണ് ഓരോ ആത്മാവും നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓർത്തുകൊള്ളട്ടെ എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സ്ഥിതിക്ക്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട്, എനിക്ക് അല്ലാഹു നൽകിയ ആരോഗ്യവും ആയുസ്സും മറ്റനുഗ്രഹങ്ങളും ഒക്കെ റബ്ബ് നിശ്ചയിച്ച ദൗത്യത്തിന്, ലക്ഷ്യത്തിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തിയ ആ ഒരു ആത്മനിർവൃതിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണോ നമ്മുടെ ആയുസ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അത്തരം ആയുസ്സിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത്തരം ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടാൻ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നന്മ നിരതമായ നാളുകളായിരിക്കും നമുക്ക് സത്യവിശ്വാസിക്ക് ഓരോ ദിവസങ്ങളും. അല്ലാഹുമ്മ ഹയാത സിയാദത്തൻ ലനാ ഫീ കുല്ലി ഖൈർ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണല്ലോ സത്യവിശ്വാസികൾ. അല്ലാഹുമ്മ ഹയാത സിയാദത്തൻ ലനാ ഫീ കുല്ലി ഖൈർ, പടച്ചവനെ, ഞങ്ങളുടെ ദുനിയാവി ജീവിതത്തെ ഞങ്ങൾക്ക് നീ ഖൈർ വർദ്ധിപ്പിക്കുന്ന, നന്മ നിരതമായ ആയുസ്സാക്കി മാറ്റിത്തരണം ഞങ്ങളുടെ ജീവിതത്തെ. നന്മ നിരതമായ ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഇതൊരു കേവലമായ ഒരു പ്രാർത്ഥനയല്ല പ്രിയമുള്ളവരെ. ഇത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു നിലപാടായി തീരണം. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു നിലപാടിലേക്ക് നമ്മെ നയിക്കാൻ, അഥവാ സമയബോധമുള്ള ഒരു വിശ്വാസിയായി ജീവിക്കാൻ, ആയുസ്സിനെ വളരെ കൃത്യമായി ആസൂത്രണത്തോടു കൂടി പ്രയോജനപ്പെടുത്താൻ സഹായകമാകുന്ന ഒരുപിടി ഉത്ബോധനങ്ങൾ, ഒരുപിടി ഉപദേശങ്ങൾ, ഒരുപാട് മുന്നറിയിപ്പുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അവിടെ നിന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ, എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? നിങ്ങൾ അമലുകൾ കൊണ്ട് നിങ്ങളുടെ ആയുസ്സിനെ സമ്പന്നമായി കൊള്ളുക. 7 അവസ്ഥകളാണല്ലോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇല്ല ഫഖ്റൻ മൻസിയ, വിസ്മൃതിയിലാക്കുന്ന ദാരിദ്ര്യം, നിങ്ങളെ പടച്ചവനെ കുറിച്ച് മറപ്പിക്കുന്ന, നിങ്ങളെ പടച്ചവനോടുള്ള ബാധ്യതകളെ കുറിച്ച് മറപ്പിക്കുന്ന ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നു കിട്ടുന്നതിന് മുമ്പ്. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനോട് ഫഖറിനെ തൊട്ട് കാവലിനെ തേടിയിരുന്നു എന്നാണ്. അപ്പോ ഫഖറിനെ കുറിച്ച്, ദാരിദ്ര്യത്തെ കുറിച്ച്, ഈ കാവലിനെ പടച്ചവനോട് രക്ഷ തേടിയതിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നത് ഫഖർ കുഫറിലേക്ക് നയിക്കുമെന്നാണ്. ഫഖർ മനുഷ്യനെ കുഫറിലേക്ക് നയിക്കുമെന്ന്. ദാരിദ്ര്യം അവനെ സത്യനിഷേധത്തിലേക്ക് നയിക്കുമെന്നും. അപ്പൊ ദാരിദ്ര്യമാണ് പ്രതീക്ഷിക്കാനുള്ളത്. അതല്ലെങ്കിൽ അധർമ്മത്തിലേക്ക് നയിക്കുന്ന ഐശ്വര്യം, മനുഷ്യനെ അധർമ്മിയാക്കുന്ന, അഹങ്കാരിയാക്കുന്ന, പടച്ചവനോടുള്ള ധിക്കാരത്തിലേക്ക് അവന്റെ മനസ്സ് മാറ്റുന്ന ആ ഐശ്വര്യം. അതല്ലെങ്കിൽ പിന്നെ മറദൻ മുഫ്സിദ, ആപത്തിലാഴ്ത്തുന്ന രോഗം. ഹറമൻ മുഫ്നിദ, പിച്ചും പേരും പറയുന്ന വാർദ്ധക്യം. മനുഷ്യന് പ്രതീക്ഷിക്കാവുന്ന 7 കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്. മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായും വന്നുപെട്ടേക്കാവുന്ന 7 അവസ്ഥകളെ സംബന്ധിച്ച്. അവശമായ ഒരു വാർദ്ധക്യത്തിലേക്കും എത്തിപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെ? എല്ലാം അറിഞ്ഞിരുന്ന, എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്ന ആ യുവത്വത്തിന്റെ ചോരത്തിളപ്പിന് ശേഷം പടച്ചവൻ ഉദ്ദേശിക്കുന്നവരെ പടുവാർദ്ധക്യത്തിലേക്ക് അവൻ തള്ളിവിടുന്നുവെന്ന്. എല്ലാം അറിയുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നും അറിയാത്ത ശൈശവ ദശയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമെന്ന് ശുദ്ധ ഖുർആൻ. അപ്പോ ആ പിച്ചും പേരും പറയുന്ന വാർദ്ധക്യമോ മൗതൻ മുജഹസ, അതല്ലെങ്കിൽ ആകസ്മികമായി വന്നെത്തുന്ന മരണം. ആകസ്മികം, അപ്രതീക്ഷിതം, അവിചാരിതം എന്നൊക്കെ നമ്മൾ ചില മരണങ്ങളെ കുറിച്ച് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നിരീക്ഷണത്തിലാണ് അത് ആകസ്മികമാകുന്നത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമാകുന്നത്. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും മരണം ഈ പറഞ്ഞ രീതിയിലുള്ള ആകസ്മികമോ അപ്രതീക്ഷിതമോ അവിചാരിതമോ അല്ല. ഓരോ വ്യക്തിയുടെയും, ഓരോ മനുഷ്യന്റെയും ആയുസ് വളരെ കൃത്യമാണ് എന്ന് മാത്രമല്ല, മരണം വളരെ സുനിശ്ചിതമാണ്. മലക്കുൽ മൗത്തിൽ ലഭിക്കും എന്നാണ്. ഓതറൈസേഷൻ നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഓരോരുത്തരുടെയും മരണത്തിന് വേണ്ടിയുള്ള ഓതറൈസേഷൻ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഓതറൈസേഷൻ നൽകപ്പെട്ട സമയം എത്തിക്കഴിഞ്ഞാൽ ആ ഓതറൈസ്ഡായ, ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് നമ്മുടെ ആയുസ്, റൂഹ് നമ്മെ മരിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ മൗതൻ മുജഹസ ദജ്ജാല ഫശറു ഹായിബിൻ, വരാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ദജ്ജാൽ. മനുഷ്യന് പ്രതീക്ഷിക്കാവുന്ന 7 കാര്യങ്ങളിൽ ഒന്നാണ്. അമർ, അതല്ലെങ്കിൽ പിന്നീട് അവസാനം അപ്രതിരോധ്യമായ, അങ്ങേയറ്റം കൈപ്പേറിയ ഒരു അന്ത്യദിനം. ഇതല്ലാതെ മറ്റെന്തൊക്കെയാണ് മനുഷ്യന് പ്രതീക്ഷിക്കാനുള്ളത്? അതുകൊണ്ട് ഈ 7 അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങൾ കാത്തിരിക്കുന്ന 7 അവസ്ഥകൾ ഉണ്ടല്ലോ, ഈ 7 അവസ്ഥകൾ വന്നെത്തുന്ന ആ ഒരു നാൾ, അല്ലെങ്കിൽ ഇതാണല്ലോ മനുഷ്യന് പ്രതീക്ഷിക്കാനുള്ളത്. അതിനു മുമ്പ് ലഭ്യമായ അവസരത്തെ പരമാവധി പടച്ചവന്റെ റിള നേടിയെടുക്കുന്ന വിധത്തിൽ ഇവിടെ നിന്ന് റൂഹ് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹ് നൽകിയ ആയുഷിനെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും മറ്റ് അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നാഥന്റെ മുന്നിൽ നിർവൃതിയോടുകൂടി ചെന്നു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ആയുഷിനെ പ്രയോജനപ്പെടുത്താനുള്ള നിരന്തരമായ ആഹ്വാനമാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മുടെ ആയുഷിനെ കുറിച്ച് കൃത്യമായി ആസൂത്രണത്തോടുകൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന, റബ്ബ് എന്തൊന്നിനു വേണ്ടിയാണോ നമ്മെ ഭൂമിയിലേക്ക് നിശ്ചയിച്ചത്, ആ പടച്ചവന്റെ പ്രാതിനിധ്യത്തെ സാധൂകരിക്കുന്ന ആയുഷിന്റെ ഉടമകളായി തീരാൻ, അങ്ങനെ നാഥന നിർവൃത്തിയോടുകൂടി കണ്ടുമുട്ടാൻ, അവസാനം അള്ളാഹുവും തൃപ്തിപ്പെടുന്ന അടിയാറുകളുടെ കൂട്ടത്തിൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കാൻ അർഹമുർ-റഹീമിനായ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.